ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാന്നുള്ള ഐഡിയ എൻ്റെ ആണെങ്കിലും വളരെ നന്നായി ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് അപ്പുമാമനാണ് കേട്ടോ. ഇത് തിരുവോണത്തിൻ്റെ അന്ന് തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് കേട്ടോ. ഞാൻ സ്കൂൾ അടച്ച അന്നേ സ്ഥലം കാലിയാക്കിയിരുന്നു. കാരണം ഇത്തവണത്തെ ഓണത്തിന് വെക്കേഷൻ കുറവായിരുന്നു. ഇത് അവർ ഞങ്ങളെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴത്തെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ. പാവം കുറേ കരിഞ്ഞു. ഇതിപ്പോൾ എന്നിട്ട് അമ്മയും ഞാനും പിള്ളേരും കൂടെ കൂടിയിട്ട് ചീനിക്ക അമ്പലത്തിൽ ഓണംകളി കാണാൻ പോയി. ഇവൻ്റെ ഈ അസാധ്യ പെർഫോമൻസ് കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഓണംകളി എന്നുള്ളത് കണ്ടത്. നമ്മുടെ അവിടേക്കൊന്നും ഓണംകളി ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഇവനെ ഉറക്കിയിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് മാധവാണെങ്കിൽ മാധവിനെ കൊണ്ടുപോകാണ്ട് വീട്ടിൽ പോയി എൻ്റെ പിണക്കത്തിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ച് നേരം പോയിരുന്നിട്ട് ആ ചേട്ടന്മാരുടെ സ്റ്റെപ്പൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെങ്ങനെ ആശ്വസിപ്പിച്ച് അവൻ പോയിരുന്ന് പാവം സ്റ്റെപ്പൊക്കെ പഠിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഇവനെ നമ്മൾ 2-3 ബലൂണൊക്കെ പറിച്ചു കൊടുത്ത് കുറച്ച് നേരത്തേക്ക് സോൾവ് ആക്കി ഇരുത്തി. എങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. അതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അവൻ അമ്പിനും വില്ലിനും അടുക്കില്ല. അവിടെ എന്താ പറയുക, അവിടെ ആ ഭൂമി മൊത്തം ഒന്ന് ഉരുണ്ട് ശയനപ്രദക്ഷിണമൊക്കെ ആയിരുന്നു കുറേ നേരം. പിന്നെ നമുക്ക് ഇവനെ കൊണ്ടിത് നേടില്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു പോരാം എന്നൊരു ധാരണയിലെത്തി ഞങ്ങളെല്ലാവരും. പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളൊന്നടങ്ങി. ഞങ്ങളവിടെ സമ്മാന കൂപ്പണൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പേർക്ക് സമ്മാന കൂപ്പൺ എടുത്ത് ഇങ്ങനെ വിറ്റിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തവർക്കും എനിക്കും ഉണ്ടോ എന്നറിയാനായിട്ട് കുറേ നേരം ഇരുന്നു. ആർക്കും സമ്മാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ ബലൂണൊക്കെ പറക്കി കൂട്ടി വീട്ടിൽ വന്നു. ടാറ്റാ.